അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ഇഡ്ലി ബാറ്ററിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്ര നന്നായി പൊന്തി വന്നിട്ടുണ്ടെന്ന്, എത്ര ഫ്ലഫി ആണെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് വെച്ചിട്ടുള്ള ഇഡ്ലി നല്ല സോഫ്റ്റായിട്ടും വെച്ചാൽ വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റും ഈ ബാറ്ററിയിൽ നിന്ന്. അതിന് നമുക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുന്നേ. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഉഴുന്നും 2 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഫുള്ള്, അതായത് പാത്രത്തിൽ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയും അതേപോലെ തന്നെ ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടൂല. അപ്പോൾ എപ്പോഴും നമ്മൾ കുതിർക്കുന്ന സമയത്ത് ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുതിർക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. ഞാനിപ്പോൾ ആദ്യം ഉഴുന്നാണ് അരക്കണത്. അതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് തണുത്ത വെള്ളത്തിന് ചേർക്കുന്നതിന് പകരം നോർമൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ കുതിർന്ന് വെച്ചേക്കണം അരിയും ഉഴുന്നും ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ മിക്സിയിലാണ് അരക്കണത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് ചൂടാവാൻ മാവ് ചൂടാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാൻ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അരി അരക്കണ സമയത്ത് അരിയുടെ ബാറ്റർ, അതായത് ബാറ്റർ തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് 1 കപ്പ് ചോറ്, അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരി അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഫൈനായിട്ട് അരി അരക്കേണ്ടതില്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കും നമ്മൾ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ. ഇനി അടുത്ത ഇത് നമ്മൾ മാവ് ഈ അരച്ചേക്കണ മാവ് നല്ല കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നല്ല കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നന്നായി തണുപ്പുള്ള സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ മാവ് പെട്ടെന്ന് പൊന്തി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം, അതായത് നമ്മൾ കൈയൊക്കെ ഇട്ട് നോക്കുമ്പോൾ സാധാരണ നോർമൽ ചൂട്, അതായത് തിളച്ചൊന്നും വെള്ളമല്ല, നമ്മുടെ കൈയൊക്കെ ഇട്ട് തൊട്ട് നോക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം ഈ ബാറ്റർ നമ്മൾ വെക്കണം പാത്രത്തിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ ചെറിയൊരു ചൂട് വെച്ച് പെട്ടെന്ന് തന്നെ മാവ് പൊന്തി വരും. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് വെച്ചാലും മതി. കാരണം നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ചെറിയ ചൂട് തട്ടിയും പെട്ടെന്ന് തന്നെ മാവ് പൊന്തി വന്നോളും. ഇപ്പം ഇത് ഞാൻ 7 മണിക്കൂർ പൊന്താൻ വേണ്ടി വെച്ചിട്ടുള്ള മാവാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് മാവിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പ് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ചെമ്പ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഇഡ്ഡലി നന്നായിട്ട് കിട്ടൂല. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ചൂടാറിയതിന് ശേഷം വേണം ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഡ്ഡലി ചെമ്പിൽ തന്നെ ഒട്ടിയിരിക്കും. ഇപ്പം നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട്. നല്ലോണം ചൂടാറിയിട്ടുമുണ്ട്. അപ്പം നോക്കി, ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള, അതേപോലെ തന്നെ വായിലിട്ട അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇഡ്ഡലി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇനി
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻ്റൊക്കെ നിങ്ങൾ അറിയിക്കണം. പിന്നെ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.